ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാർക്കറ്റ് സ്ട്രക്ചർ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ 3 രീതിയിലാണ് വരുന്നത്. ഒന്ന് അപ്പ് ട്രെൻഡ്, സൈഡ് വൈസ്, ഡൗൺ ട്രെൻഡ്. ഓക്കെ. നമുക്ക് ആ പറയുന്ന പേരിൽ തന്നെ ഉണ്ട് അതെങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ അപ്പ് ട്രെൻഡിൽ നമുക്കറിയാം, അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോയുടെ മുകളിൽ ഒരു ഹൈ ലോയും കൂടി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഹയർ ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ. പ്രീവിയസ് ആയിട്ട് നിൽക്കുന്ന ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയർ ഹൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ എന്ത് ചെയ്തു, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അപ്പ് ട്രെൻഡിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ സൈഡ് വൈസ് മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും ഒരു ഈക്വൽ ഹൈ ഈക്വൽ ലോ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്യുക. അതായത് ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ പ്രൈസ് ഉണ്ടാവുക. ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഈക്വൽ ലോ, ഈക്വൽ ഹൈ, ഈക്വൽ ലോ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഡൗൺ ട്രെൻഡിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഡൗൺ ട്രെൻഡ് താഴത്തോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. നമുക്കതിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ എന്നുള്ള രീതിയിൽ ഇതെന്ന് പറയുക, ഇതിലൊന്നും പറയാനായിട്ടൊന്നുമില്ല, ഇത് സിമ്പിളാണ്. ഓക്കെ. കാരണം ഇത് നമുക്ക് ഓൾറെഡി സ്ട്രക്ചർ ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്, നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, പറയേണ്ടതായിട്ടുള്ള വരുന്നില്ല. പക്ഷേ പക്ഷേ ഇതിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഡൗൺ ട്രെൻഡും അപ്പ് ട്രെൻഡാണ്. മനസ്സിലായി. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കൊരു ലോങ് എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, ട്രെൻഡ്, അതായത് സ്ട്രക്ചർ അപ്പ് ട്രെൻഡ് ആയിരിക്കണം അല്ലേ. നമുക്കൊരു ഷോർട്ട് എൻട്രി ആണ് എടുക്കേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു സ്ട്രക്ചർ ഡൗൺ ട്രെൻഡ് ആയിരിക്കണം അല്ലേ. സൈഡ് വൈസിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു സൈഡ് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ലൈവ് ആയിട്ടുള്ള കാൻഡിൽ ചാർട്ടിൽ എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ ലൈവ് ചാർട്ടിൽ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയപ്പോൾ ഒരു ലൈവ് ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ എഴുതുന്നുണ്ട് അപ്പ് ട്രെൻഡ്, സൈഡ് വൈസ്, ഡൗൺ ട്രെൻഡ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ അല്ല സത്യത്തിൽ അല്ലേ. കാരണം നമ്മൾ നേരത്തെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് വരച്ചത്. ഞാൻ പാത്ത് ടൂൾ എന്ന് പറയുന്ന ഈ ഇതിൽ ഷേപ്പിൽ പാത്ത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്, വരച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല രസത്തിലാണ് എന്ത് ചെയ്യുന്ന സ്ട്രക്ചർ പോകുന്നത്. ഓക്കെ. ലൈവ് മാർക്കറ്റിൽ വരുന്ന വെച്ചാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ, ഹയർ ലോ, ഹൈ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ദെൻ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു ഹൈ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഹൈ ഹൈ, ഹയർ ലോ, ദെൻ ഹൈ ഹൈ, ഹയർ ലോ. അപ്പ് ട്രെൻഡിൽ ലൈവ് ചാർട്ടിൽ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നേരത്തെ നോക്കിയത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതൊരു ലൈൻ ടൂൾ മാത്രമായിട്ട് നോക്കി നോക്കിയാൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും അപ്പ് ട്രെൻഡ് ഫേസിൽ ലൈവ് മാർക്കറ്റിൽ കാൻഡിൽ വരുന്നത്. ഓക്കെ. ദെൻ സൈഡ് വൈസ് നോക്കുമ്പോൾ, ഓക്കെ, സൈഡ് വൈസിലേക്ക് ഈ ഒരു ഗ്യാപ്പിലുള്ളത് മാത്രമാണ് കിട്ടിയത്, വേറെ കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സൈഡ് വൈസിൽ ഈക്വൽ ഹൈയും ഈക്വൽ ലോയും ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്ത് ചെയ്യില്ല, ഇവിടെ തരില്ല അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് നോക്കിയാൽ നമുക്കിത് മുകളിലേക്കാണോ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല, താഴത്തോട്ടാണോ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലത്തെ കേസാണ് പറയുന്നത്, ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ഉള്ളിലത്തെ കേസാണ് പറയുന്നത്, അതിന് ശേഷമുള്ളത് വേറെ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ, ഈക്വൽ ഹൈ, ദെൻ ഈക്വൽ ലോ, ഈക്വൽ ഹൈ, ഈക്വൽ ലോ. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് നിൽക്കുന്നത് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്താ പറയുക, ഇങ്ങനെയാണ് നമ്മൾ
ചാർട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ ടൈമിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എപ്പോഴും ഇതേപോലെ ഇപ്പം ഞാൻ ഈ ഒരു സ്ട്രക്ചർ വരച്ചല്ലോ, ഇതേപോലെ തന്നെ എല്ലായ്പ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. മനസ്സിലായി? ഇത് കറക്റ്റ് നമുക്ക് ഈക്വലോ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്കൊരു സ്ട്രക്ചർ ഐഡൻറ്റിഫൈ. നല്ല ഡിഫിക്കൽട്ട് എന്നല്ല, നമുക്ക് നല്ല രീതിയിൽ ടൈം എടുക്കും. അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്തോളാൻ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ. ഡൗൺ ട്രെൻഡിൽ നമ്മൾ നേരത്തെ വെച്ച് നോക്കി, നേരത്തെ നമുക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ, ലോവർ ഹൈ എന്നുള്ള രീതിയിലാണ് സ്ട്രക്ചർ മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത്, അല്ലേ? ഡൗൺ ട്രെൻഡിലേക്കാണ് പോയിട്ടുള്ളത്, ഡൗൺ ട്രെൻഡിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും എന്താണ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി, ദെൻ ലോ ക്രിയേറ്റ് ആയി, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ആയി, ദെൻ ലോ ക്രിയേറ്റ് ആയി, പിന്നെ എന്ത് ചെയ്തു, ഇവിടെയാണ് ഹൈ ക്രിയേറ്റ് ആവുന്നത്, പിന്നെ ഒരു ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ആയി, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. നോക്കി, ഇതിലും സ്ട്രക്ചർ എന്താണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരത്തെ വരച്ചതിനേക്കാളും, നമ്മൾ അപ് ട്രെൻഡ് കേസിൽ വരച്ചതിനേക്കാളും നല്ല ഡിഫറൻസ് ആണ് ഇതിൽ, അല്ലേ? അപ്പോൾ ആക്ച്വലി മാർക്കറ്റ് ഇതുപോലെയാണ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഇതേപോലെയാണ് എന്ത് ചെയ്യുന്ന മാർക്കറ്റ് ഫോം ആവുന്നത്. അത് നമ്മൾ ഇതെന്താ പറയുക, നമ്മൾ ഇതിൽ ചാർട്ടിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് ഇതേപോലെ, അപ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, വരച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സ്ട്രക്ചർ. അത് സൈഡ് വൈസ് ആണോ, അതുപോലെ തന്നെ അപ്പ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാനൊക്കെ ഇതേപോലെ പാത്ത് ടൂൾ ആദ്യം വരച്ച് ഈ ഹയറിലോ ഒക്കെ മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ഞാനും ഈ സ്ട്രക്ചർ പഠിച്ചെടുത്തത്. മനസ്സിലായി? അപ്പോൾ ഇതൊന്നും എന്താ പറയുക, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എല്ലാതും കിട്ടും, എല്ലാ കാര്യത്തിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം അത് അധികം ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. ഇതിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ഈ ഹൈ എങ്ങനെ ഫോം ആവുന്നു, ഹയർ ലോ എങ്ങനെ ഫോം ആവുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഇതിൽ പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് സ്ട്രക്ചറോട് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അപ്പ് ട്രെൻഡ്, സൈഡ് വൈസ്, ഡൗൺ ട്രെൻഡ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.